ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? എ. ജി. പി. പിള്ള, ബി. കെ. മാധവൻ നായർ, സി. ചോറ്റൂർ ശങ്കരൻ നായർ, ഡി. കെ. കേളപ്പൻ. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഉത്തരം സി. ചോറ്റൂർ ശങ്കരൻ നായർ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? എ. വാഗ്ഭടാനന്ദൻ, ബി. അബ്ദുൽ ഖാദർ മൗലവി, സി. കുര്യാക്കോസ്, ഡി. കേളപ്പൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം എ. വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? എ. വൈകുണ്ഠസ്വാമികൾ, ബി. ചട്ടമ്പി സ്വാമികൾ, സി. വാഗ്ഭടാനന്ദൻ, ഡി. അയ്യങ്കാളി. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം എ. വൈകുണ്ഠസ്വാമി. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? എ. ജ്യോതിറാവു ഫൂലെ, ബി. ഡി. കെ. കാർവെ, സി. ബാലഗംഗാധര തിലക്, ഡി. പണ്ഡിറ്റ് രമാബായി. 1916 പൂനെയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഉത്തരം ബി. ഡി. കെ. കാർവെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? എ. പൂനെ കരാർ, ബി. ചൗരി ചൗര സംഭവം, സി. ഒന്നാം വട്ടമേശ സമ്മേളനം, ഡി. രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? ഉത്തരം ബി. ചൗരി ചൗര സംഭവം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവമാണ്. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? എ. ബംഗാൾ, ബി. ബീഹാർ, സി. പഞ്ചാബ്, ഡി. മഹാരാഷ്ട്ര. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ഉത്തരം എ. ബംഗാൾ. സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? എ. കാൺപൂർ, ബി. ബോംബെ, സി. മദ്രാസ്, ഡി. ഡൽഹി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഉത്തരം ബി. ബോംബെ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? എ. വാറൻ ഹേസ്റ്റിങ്സ്, ബി. എം. ജി. റാനഡെ, സി. വില്യം ജോൺസ്, ഡി. രവീന്ദ്രനാഥ് ടാഗോർ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സി. വില്യം ജോൺസ്. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? എ. സുപ്രീം കോടതി, ബി. ഹൈക്കോടതി, സി. സുപ്രീം കോടതിയും ഹൈക്കോടതിയെയും, ഡി. ജില്ലാ കോടതി. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഉത്തരം ബി. ഹൈക്കോടതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? എ. 61 ഭേദഗതി, ബി. 42 ഭേദഗതി, സി. 73 ഭേദഗതി, ഡി. 76 ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്?
ഉത്തരം എ 61 ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി 61 ഭേദഗതി. വിദ്യാഭ്യാസം ഏതു ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ കൺകറന്റ് ലിസ്റ്റ്, ബി യൂണിയൻ ലിസ്റ്റ്, സി സ്റ്റേറ്റ് ലിസ്റ്റ്, ഡി ഇതൊന്നുമല്ല. വിദ്യാഭ്യാസം ഏതു ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എ കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം ഏതു ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? എ 2025 മെയ് 2, ബി 2025 മെയ് 3, സി 2025 മെയ് 4, ഡി 2025 മെയ് 6. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? ഉത്തരം എ 2025 മെയ് 2. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? എ ഡൊണാൾഡ് ട്രംപ്, ബി കമല ഹാരിസ്, സി മൈക്ക് വാൾട്സ്, ഡി ജെ.ഡി. വാൻസ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? ഉത്തരം ഡി ജെ.ഡി. വാൻസ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആര്? എ വി പി മേനോൻ, ബി കെ ആർ നാരായണൻ, സി ജോൺ മത്തായി, ഡി കെ പി കേശവമേനോൻ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആര്? ഉത്തരം എ വി പി മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആര്? എ ടി കൃഷ്ണൻ, ബി ഗുൽസാരിലാൽ നന്ദ, സി ജവഹർലാൽ നെഹ്റു, ഡി കൃഷ്ണൻപിള്ള. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആര്? ഉത്തരം ബി ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? എ പാകിസ്ഥാൻ, ബി അഫ്ഗാനിസ്ഥാൻ, സി ചൈന, ഡി നേപ്പാൾ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഉത്തരം സി ചൈന. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? എ വിക്രം സാരാഭായ്, ബി ഡോക്ടർ രാജരാമണ്ണ, സി ഹോമി ജഹാംഗീർ, ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏത്? എ ആന്ധ്രാപ്രദേശ്, ബി തമിഴ്നാട്, സി ഗുജറാത്ത്, ഡി കർണാടക. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം എ ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏത്? എ ഗാന്ധിനഗർ, ബി വയനാട്, സി വാരണാസി, ഡി ഇവയൊന്നുമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏത്? ഉത്തരം സി വാരണാസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം വാരണാസിയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്?
എ വി നാരായണൻ, ബി എസ് സ്വാമിനാഥൻ, സി കെ ശിവൻ, ഡി ജി മാധവൻ നായർ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം സി വി നാരായണൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏത്? എ ഇന്ത്യ, ബി അമേരിക്ക, സി ചൈന, ഡി പാകിസ്ഥാൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏത്? ഉത്തരം എ ഇന്ത്യ. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് എന്ത്? എ വള്ളത്തോൾ, ബി മഹാകവി ഉള്ളൂർ, സി ചങ്ങമ്പുഴ, ഡി കുമാരനാശാൻ. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് എന്ത്? ഉത്തരം സി ചങ്ങമ്പുഴ. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ്? എ ജൂൺ 5, ബി ജൂൺ 7, സി മാർച്ച് 8, ഡി നവംബർ 1. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം എ ജൂൺ 5. കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത്? എ പ്രാവ്, ബി മയിൽ, സി തത്ത, ഡി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത്? ഉത്തരം ഡി മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വച്ചാണ്? എ അമേരിക്ക, ബി പാരീസ്, സി ഇന്ത്യ, ഡി ജർമ്മനി. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വച്ചാണ്? ഉത്തരം എ അമേരിക്ക. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലാണ് 2028 ഇനി അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത്. ബാണാസുര അണക്കെട്ട് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ കൊല്ലം, ബി വയനാട്, സി കോട്ടയം, ഡി ആലപ്പുഴ. ബാണാസുര അണക്കെട്ട് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബി വയനാട്. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത്? എ ദില്ലി, ബി ഒഡീസ, സി രാമേശ്വരം, ഡി തഞ്ചാവൂർ. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത്? ഉത്തരം സി രാമേശ്വരം. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? എ ചാൾസ് ബാബേജ്, ബി ആദം ഓസ്ബോൺ, സി സ്റ്റീവ് ജോബ്സ്, ഡി റൊണാൾഡ് വായ്നെ. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ഉത്തരം എ ചാൾസ് ബാബേജ്. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? എ ഇസ്ലാമാബാദ്, ബി ബീജിംഗ്, സി കൊളംബോ, ഡി ഇവയൊന്നുമല്ല. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ഉത്തരം സി കൊളംബോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? എ മഹാരാഷ്ട്ര, ബി കർണാടക, സി തമിഴ്നാട്, ഡി രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഉത്തരം ഡി രാജസ്ഥാൻ. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? എ പ്രൊഫസർ ആർ ബിന്ദു, ബി ശ്രീ ആന്റണി രാജു, സി ശ്രീമതി വീണ ജോർജ്, ഡി ശ്രീ കെ കൃഷ്ണൻകുട്ടി. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം സി ശ്രീമതി വീണ ജോർജ്.
റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? എ. റഷ്യ, ബി. ജർമ്മനി, സി. ഇന്ത്യ, ഡി. ചൈന. ഉത്തരം ബി. ജർമ്മനി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? എ. കാൽ ബൈശാലി, ബി. മാംഗോ ഷവർ, സി. വടക്ക് കിഴക്ക് മൺസൂൺ, ഡി. ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ഉത്തരം ഡി. ലൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നുപോകുന്നവ ഏത്? എ. ഉത്തരായന രേഖ, ബി. ഭൂമധ്യരേഖ, സി. ദക്ഷിണായന രേഖ, ഡി. ആർട്ടിക് വൃത്തം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നുപോകുന്നവ ഏത്? ഉത്തരം എ. ഉത്തരായന രേഖ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? എ. കൊൽക്കത്ത, ബി. ഡൽഹി, സി. കൊച്ചി, ഡി. ചെന്നൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ബി. ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? എ. ന്യൂഡൽഹി, വാരണാസി, ബി. അജ്മീർ, ഡൽഹി, സി. ചെന്നൈ, മൈസൂർ, ഡി. ഗാന്ധിനഗർ, മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ഉത്തരം എ. ന്യൂഡൽഹി, വാരണാസി. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? എ. ബംഗ്ലാദേശ്, ബി. ചൈന, സി. പാകിസ്ഥാൻ, ഡി. നേപ്പാൾ. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഉത്തരം എ. ബംഗ്ലാദേശ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? എ. അംബേദ്കർ, ബി. ജവഹർലാൽ നെഹ്റു, സി. കെ. എം. മുൻഷി, ഡി. ടി. കൃഷ്ണമാചാരി. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എ. ഡോക്ടർ ബി. ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ബി. ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? എ. ഓഗസ്റ്റ് 15, ബി. ഒക്ടോബർ 2, സി. നവംബർ 26, ഡി. ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം സി. നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എ. അനുച്ഛേദം 21A, ബി. അനുച്ഛേദം 24, സി. അനുച്ഛേദം 14, ഡി. അനുച്ഛേദം 51A. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം എ. അനുച്ഛേദം 21A. ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത്? എ. 2012, ബി. 2013, സി. 2011, ഡി. 2019. ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത്? ഉത്തരം ബി. 2013. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? എ. അമേരിക്ക, ബി. ദക്ഷിണാഫ്രിക്ക, സി. ബ്രസീൽ, ഡി. ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്?
ഉത്തരം ഡി. ഇന്ത്യ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? എ. ജില്ലാ കോടതി, ബി. സുപ്രീം കോടതി, സി. സബ് കോടതി, ഡി. ഹൈക്കോടതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഉത്തരം ഡി. ഹൈക്കോടതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഉത്തരം ഡി. ഹൈക്കോടതി.